ജമ്മു കാശ്മീർ യാത്രയിൽ മറക്കാനാവാത്ത അനുഭൂതി നൽകുന്ന ഒന്നാണ് അമർനാഥ് യാത്ര. ഭഗവാൻ ശിവനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 12,765 അടി ഉയരത്തിലാണ്. ഈ ഗുഹാക്ഷേത്രം പലപ്പോഴും മഞ്ഞും മൂടിക്കിടക്കുമെന്നതിനാൽ വർഷത്തിൽ എല്ലാ ദിവസവും അവിടെ സന്ദർശകർക്ക് പോകാനാകില്ല. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് സന്ദർശകർ എത്താറുള്ളത്. ഏകദേശം 5000 വർഷത്തെ പഴക്കം ആ ഗുഹയ്ക്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പ്രകൃതിയുടെ അത്ഭുതമെന്നോണം സ്വാഭാവികമായി മഞ്ഞിൽ രൂപപ്പെട്ടതാണ് അവിടുത്തെ ശിവലിംഗം. ശ്രാവണ പൂർണിമ ദിനത്തിൽ ഇത് പരമാവധി വലിപ്പത്തിലെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമാണുള്ളത്. ഒരിക്കൽ ശിവഭഗവാന്റെ അമരത്വത്തിനുള്ള രഹസ്യം എന്താണെന്ന് പാർവതീദേവി ചോദിച്ചു അത്രേ. അമർ കഥയാണ് തൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യമെന്ന് പറഞ്ഞ പരമശിവനോട് അത് തനിക്കും കേൾക്കണമെന്ന് പാർവതീദേവി വാശി പിടിച്ചു. ഏറെ ശ്രമിച്ചിട്ടും പാർവതി ഒഴിയാൻ തയ്യാറാകാതായപ്പോൾ ദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭഗവാൻ ദേവിക്ക് അമർക്കഥ പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ജീവനുള്ള മറ്റൊന്നും തന്നെ അത് കേൾക്കരുതെന്ന് ഭഗവാന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ദേവിയുമൊത്ത് അദ്ദേഹം സമീപത്തുള്ളൊരു ഗുഹയിലേക്ക് കയറി. അതിനുള്ളിൽ ജീവനുള്ള ഒരു പ്രാണി പോലും ഇല്ലെന്ന് ഉറപ്പാക്കിയ ഭഗവാൻ ആ രഹസ്യം ദേവിക്ക് പകർന്നു നൽകി. എന്നാൽ അവിടെ ഭഗവാൻ ഇരുന്ന പുലിത്തോലിനടിയിൽ ഒരു മുട്ടയുണ്ടായിരുന്നത് ഭഗവാൻ ശ്രദ്ധിച്ചില്ല. ഭഗവാനും ദേവിയും പോയതിനു ശേഷം ആ മുട്ട വിരിഞ്ഞ് 2 പക്ഷികൾ പുറത്തു വന്നത്രേ. അമർകഥ കേട്ടതിനാൽ അമരത്വം നേടിയ പക്ഷികളെ ഇന്നും അവിടെ കാണാമെന്നാണ് വിശ്വാസം. പിന്നീട് കാലം ഒരുപാട് കഴിഞ്ഞു. ഒരിക്കൽ ദിവ്യനായ ഒരു സന്യാസി ആട്ടിടയനായ ഭൂട്ടാ മാലിക് എന്ന യുവാവിന് ഒരു ചാക്ക് നിറയെ കൽക്കരി നൽകിയത്രേ. വീട്ടിലെത്തി അത് തുറന്നപ്പോൾ അതിനകത്ത് അയാൾ കണ്ടത് കൽക്കരിക്ക് പകരം സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അത്ഭുതം അടക്കാനാവാതെ അയാൾ ആ മഹായോഗിയെ അന്വേഷിച്ചു പോയപ്പോൾ ഒരു ഗുഹയാണ് കണ്ടെത്തിയത്. അതിനകത്ത് കയറിയ അയാൾ അവിടെ അതീവ തേജസ്സാർന്ന ഒരു ശിവലിംഗവും കണ്ടു. ഇയാൾ പറഞ്ഞതനുസരിച്ച് ഇയാളുടെ ഗ്രാമത്തിലെ ജനങ്ങളും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും ഇവിടെ വന്ന് ദർശനം നടത്തി. അങ്ങനെയാണ് അമർനാഥ് യാത്രയുടെ ആരംഭം. ഏകദേശം 24 മണിക്കൂർ നേരത്തെ കാൽനടയാത്രയാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തണം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ക്ഷേത്ര ദർശനം നടത്താതിരിക്കണം. അതാണ് ഔദ്യോഗിക നിർദ്ദേശം. സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിലായതിനാൽ ഓക്സിജൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിൽ ധാരാളമായി ശ്വാസം ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന ബ്രീത്തിങ് എക്സസൈസുകളും യോഗയും യാത്രയ്ക്ക് മുൻപായി പരിശീലിക്കുന്നത് നല്ലതായിരിക്കും. തണുത്ത കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകാമെന്നതിനാൽ യാത്രികർ റെയിൻകോട്ട്, ചൂട് നൽകുന്ന വസ്ത്രങ്ങൾ, അത്യാവശ്യം മരുന്നുകൾ, ഊന്നുവടി, ടോർച്ച് എന്നിവ കയ്യിൽ കരുതേണ്ടതുണ്ട്. ദൈർഘ്യമേറിയ യാത്രയാണ് എന്നതിനാൽ പല സന്നദ്ധ സംഘടനകളും വഴിയരികിൽ ക്യാമ്പ് സൈറ്റുകളും ഭക്ഷണശാലകളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് സ്ഥലവാസികൾ ഒരുക്കിയ ടെൻറ്റുകളിൽ വാടക നൽകി രാത്രി ചെലവഴിക്കാൻ കഴിയും. പഹൽഗാമിൽ നിന്നും ചന്ദൻവാഡിയിലേക്കുള്ള ഉയർന്ന പർവ്വതനിരകളിലൂടെയുള്ള യാത്രയ്ക്ക് 4 മണിക്കൂർ സമയമെടുക്കും. ചന്ദൻവാഡിയിൽ നിന്നും ശ്രേഷ്ഠനാഗിലേക്കുള്ളത് ഏകദേശം 5 മുതൽ 6 മണിക്കൂർ വരെ യാത്രയാണ്. ശ്രേഷ്ഠനാഗിൽ നിന്നും പഞ്ചതമയിലേക്ക് പിന്നെയും ഒരു 6 മണിക്കൂർ യാത്ര. അവിടെ നിന്നും ബാബ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് പിന്നെയും 5 മണിക്കൂർ കാൽനട യാത്ര ചെയ്യണം. വിമാനമാർഗം ശ്രീനഗറിലോ റെയിൽ മാർഗം ജമ്മു താവിയിലോ എത്തിയതിനു ശേഷം പഹൽഗാമിലേക്കോ ബ്ലാറ്റാലിയിലേക്കോ അവിടുത്തെ ബേസ് ക്യാമ്പുകളിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നും യാത്ര തുടരാം. ഈ 2 സ്ഥലങ്ങളിലേക്കും ശ്രീനഗറിൽ നിന്നും 95 കിലോമീറ്റർ ദൂരമാണുള്ളത് റോഡ് മാർഗം. ഏറെ ക്ലേശകരമായ യാത്രയായതിനാൽ ചിലപ്പോൾ പഹൽഗാമിൽ നിന്നുള്ള യാത്ര 3 മുതൽ 5 ദിവസം വരെ നീണ്ടേക്കാം. ഹ്രസ്വയാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്ലാറ്റൽ വഴി പോകുന്നതായിരിക്കും നല്ലത്. അമർനാഥ് യാത്രയ്ക്ക് പ്രത്യേകം പെർമിറ്റുകൾ എടുക്കേണ്ടതുണ്ട്. ശ്രീ അമർനാഥ് ജി ഷ്രൈൻ ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയി ഓൺലൈൻ വഴി അതിനായി അപേക്ഷിക്കാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി, ട്രെയിൻ അല്ലെങ്കിൽ വിമാന ടിക്കറ്റിൻ്റെ കോപ്പി എന്നിവയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഒരു RFID കാർഡ് ലഭിക്കും. അത് യാത്രയിലുടനീളം കയ്യിൽ കരുതണം. 13 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം. രജിസ്ട്രേഷൻ ഫീസ് 220 രൂപ. ഇതുപോലെ മറ്റു ക്ഷേത്രങ്ങളെക്കുറിച്ചും പൂർണ്ണമായ വിവരങ്ങൾ ഈ വീഡിയോ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ക്ഷേത്രങ്ങളെക്കുറിച്ച് വിശദമായി അറിയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.